വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററായ നിസിം ഇസീക്കിളിൻ്റെ ദ നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്ന പോയമാണ്. ഫസ്റ്റ് പോയിറ്റിൻ്റെ പ്രൊഫൈൽ നോക്കാം. നിസിം ഇസീക്കിൾ 1924 മുംബൈയിലെ ഒരു ജൂവിഷ് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ബനി ഇസ്രായേൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയിലാണ് ഉൾപ്പെടുന്നത്. പോയിറ്റ്, പ്ലേറൈറ്റ്, ജേർണലിസ്റ്റ് എന്നീ നിലയിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. 1961 ആരംഭിച്ച ഇംപ്രിൻ്റ് എന്ന ലിറ്റററി മാഗസിൻ്റെ കോ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. മോഡേൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദറായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. 1954 സ്ഥാപിച്ച ക്വസ്റ്റിൻ്റെ ഫൗണ്ടിംഗ് എഡിറ്ററായിരുന്നു നിസിം ഇസീക്കിൾ. ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിലും സാഹിത്യ മേഖലയിലും ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ക്വസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ 1952 എ ടൈം ടു ചേഞ്ച്, 1953 60 poems, The Discovery of India that is in 1956, The Exact Name that is in 1965, Later Day Psalms that is in 1982, Collected Poems that is in 1989. നിസിം ഇസീക്കിൾ എഴുതിയ 3 നാടകങ്ങളാണ് നളിനി, മാരേജ് പോയംസ്, സ്ലീപ്പ് വാക്കർ. നമുക്ക് പഠിക്കാനുള്ള നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്ന ഈ പോയം 1965 പോയിട്രി കളക്ഷനായ എക്സാക്റ്റ് നെയിമിൽ നിന്നും എടുത്തതാണ്. പോയിറ്റിനു ലഭിച്ച പ്രധാന അവാർഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1983 അദ്ദേഹത്തിൻ്റെ പോയിട്രി കളക്ഷനായ ലേറ്റർ ഡേ സാംസിന് സാഹിത്യ അക്കാദമി അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 1988 ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ച് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇനി നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ എന്ന ഈ പോയത്തെക്കുറിച്ച് നോക്കാം. നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ 1965 പോയിട്രി കളക്ഷനായ എക്സാക്റ്റ് നെയിമിൽ നിന്നും എടുത്തതാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ പോയിറ്റ് അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് വിവരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മദറിനെ ഒരു സ്കോർപിയോൺ കടിക്കുകയും തുടർന്ന് വരുന്ന സംഭവങ്ങളുമാണ് ഇതിൽ വിവരിക്കുന്നത്. ഇന്ത്യൻ വില്ലേജ് ലൈഫ്, സൂപ്പർസ്റ്റിഷൻ, മദേഴ്സ് ലവ് തുടങ്ങിയവയൊക്കെ ഇതിൽ വിവരിക്കുന്നു. സൂപ്പർസ്റ്റിഷൻ മീൻസ് അന്ധവിശ്വാസങ്ങൾ. അതുപോലെ വില്ലേജേഴ്സിൻ്റെ സൂപ്പർസ്റ്റിഷൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ. ദാറ്റ് മീൻസ് അദ്ദേഹം വിവരിക്കുന്ന ഫാദറിനെ യുക്തിചിന്തയും മോഡേൺ ഔട്ട്ലുക്കും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഫാദറിനെ വിവരിക്കുന്നത്. ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ ഫ്രീ വേഴ്സ് ആണ്. നെറേറ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് ടോണാണ് ഈ പോയത്തിനുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട തീമാണ് മദറിൻ്റെ അൺകണ്ടീഷണൽ ലവ്. പോയത്തിൻ്റെ ലാസ്റ്റ് മദർ പറയുന്നുണ്ട്, താങ്ക് ഗോഡ് ദ സ്കോർപിയോൺ പിക്ക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. അതായത് മദർ പറയുന്നത് ഈ സ്കോർപിയോൺ മദറിനേക്കാണ് കടിച്ചത്. മദർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് മദർ പറയുന്നത് ദൈവത്തോട് നന്ദി പറയാണ്. കാരണം സ്കോർപിയോൺ എന്നെയാണ് കടിച്ചത്, എൻ്റെ മക്കളെ അത് വെറുതെ വിട്ടല്ലോ, അതിന് ദൈവത്തോട് നന്ദി പറയാണ്. സോ ഈ ലൈനിലൂടെ നമുക്ക് എന്ത് കാണാം? ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. നൗ ലിസൺ ടു ദ പോം നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ ബൈ നിസിം ഇസീക്കിൾ. ലിസൺ ടു ഫസ്റ്റ് സ്റ്റാൻസ. I remember the night my mother was stung by a scorpion. 10 hours of steady rain had driven him to crawl beneath a sack of rice. ഫസ്റ്റ് ലൈൻ തന്നെ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ റിമെമ്പർ ദ നൈറ്റ്. സോ ഈ പോയത്തിൽ ഫസ്റ്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള ഒരു പഴയ കാര്യം പോയിട്ട് ഓർക്കുകയാണ്. ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. പോയിട്ട് എന്താണ് ഓർക്കുന്നത്? ഹിസ് മദർ വാസ് സ്റ്റങ് ബൈ എ സ്കോർപിയോൺ. പോയിറ്റിൻ്റെ മദറിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്കോർപിയോൺ കടിക്കുകയാണ്. 10 hours ഓഫ് സ്റ്റഡി റെയിൻ. പുറത്ത് എന്തുണ്ടായിരുന്നു? 10 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഹാഡ് ഡ്രിവൺ ഹിം ടു ക്രോൾ ബീനീത്ത് എ സാക്ക് ഓഫ് റൈസ്. പുറത്ത് നല്ല മഴയായത് കാരണം ഈ സ്കോർപിയോൺ മദറിനെ കടിച്ച ഉടനെ എന്ത് ചെയ്തു? ഹാഡ് ഡ്രിവൺ ഹിം ടു ക്രോൾ ബീനീത്ത് എ സാക്ക് ഓഫ് റൈസ്. പുറത്ത് നല്ല മഴയാണ്. ആ മഴ കാരണം എന്ത് ചെയ്തു? ഈ സ്കോർപിയോൺ, ഈ തേൾ എന്ത് ചെയ്തു? എന്തിൻ്റെ ചുവട്ടിലേക്ക് പോവാണ്? ബീനീത്ത് എ സാക്ക് ഓഫ് റൈസ്. സാക്ക് ഓഫ് റൈസ് മീൻസ് എന്താ? അരിയുടെ ഒരു ചാക്കുണ്ട്, അതിൻ്റെ താഴേക്ക് ക്രോൾ ചെയ്ത് ഇഴഞ്ഞിഴഞ്ഞ് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫിഗർ ഓഫ് സ്പീച്ച് കാണാം. പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ റെയിനെ പേഴ്സോണിഫൈ ചെയ്യാണ്. എന്താ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇനാനിമേറ്റ് ഒബ്ജക്റ്റിന്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. അപ്പോൾ ഹാഡ് ഡ്രിവൺ, മഴ കാരണമാണ് ആര് ഇഴഞ്ഞു പോകുന്നത്? മഴ കാരണം സ്കോർപിയോണ് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സ്കോർപിയോൺ എന്ത് ചെയ്യാണ്? ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ്, ഒരു ചാക്ക് അരിയുണ്ട് അവിടെ, അതിൻ്റെ ചുവട്ടിലേക്ക് പോവാണ്. പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ ഇൻ ദ ഡാർക്ക് റൂം. ഇനി അവിടെ ശ്രദ്ധിക്കുക, പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ. അങ്ങനെ സ്കോർപിയോണ് മദറിനെ സ്റ്റങ് ചെയ്യാണ്, കടിക്കുകയാണ്.
കടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ, അതിൻ്റെ വിഷം മദറിനെ കുത്തിവെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ, ടെയിൽ മീൻസ് വാല്, ഫ്ലാഷ് ഓഫ് ഡയബോളിക് ടെയിൽ, അതിനെങ്ങനെ വിശേഷിപ്പിക്കുന്നത്? ഡയബോളിക്, ഡയബോളിക് മീൻസ് എന്താ? ഈവിൾ, ഡേഞ്ചറസ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അതായത് അതിൻ്റെ ടെയിൽ, അതിൻ്റെ വാലാണ് അല്ലേ. ഈ സ്കോർപ്പിയോൺ എപ്പോഴും ബൈറ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? അതിൻ്റെ ടെയിൽ ഉപയോഗിച്ചിട്ടാണ്. അത് കൊടുത്തതിന് ശേഷം, വിഷം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? ഇൻ ദ ഡാർക്ക് റൂം ഹി റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ. ഫസ്റ്റ് എന്ത് ചെയ്തു? ഈ സ്കോർപ്പിയോണ് സാക്ക് ഓഫ് റൈസിൻ്റെ താഴേക്ക് പോവാണ്, ഈ അരിയുടെ ചാക്കിൻ്റെ ചുവട്ടിലേക്ക് പോവാണ്. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്തു? അവനവിടെ മനസ്സിലായി അവിടെ നിന്നാൽ ശരിയാവില്ല അല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഇവരെ തെരഞ്ഞു വരും. അത് കാരണം എന്ത് ചെയ്തു? ഹി റിസ്ക്ഡ് ദ റെയിൻ അഗെയിൻ, വീണ്ടും മഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയാണ്. അതായത് സ്കോർപ്പിയോൺ മദറിനെ സ്റ്റങ് ചെയ്ത് കടിച്ചതിന് ശേഷം എന്ത് ചെയ്തു? പുറത്തേക്ക് തന്നെ പോവാണ്. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്. ഉടനെ ആര് വരികയാണ്? പെസൻസ്. അവിടെ ഇന്ത്യൻ വില്ലേജ് ലൈഫിനെ കാണിക്കുകയാണ്. ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്. പെസൻസ്, കർഷകർ അങ്ങോട്ട് വരികയാണ്. എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? സിമിലിയാണ്. ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ്, ഒരു പ്രാണികളെ കൂട്ടം പോലെ അല്ലേ. ഫ്ലൈസ്, ഈച്ചകളൊക്കെ നമുക്ക് കാണാം ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ വരും. ജസ്റ്റ് ലൈക്ക് എന്ത് ചെയ്തു? ദ പെസൻസ് കെയിം ലൈക്ക് സ്വാംസ് ഓഫ് ഫ്ലൈസ് ആൻഡ് ബസ്ഡ്, അവർ മന്ത്രിക്കുകയാണ്. ദ നെയിം ഓഫ് ഗോഡ് 100 times ടു പാരലൈസ് ദ ഈവിൾ വൺ. അതായത് പെസൻസ് ഓടി വരികയാണ്. ഇനിയാണ് നമുക്ക് സൂപ്പർസ്റ്റീഷ്യസ് എലമെൻറ്റ്സ് കാണുന്നത്, അന്ധവിശ്വാസങ്ങളുടെ എലമെൻറ്റ്സ് കാണുന്നത്. അപ്പോൾ മദറിനെ സ്കോർപ്പിയോൺ ബൈറ്റ് ചെയ്തു, കടിച്ച് സ്റ്റങ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? മദർ നല്ല പെയിൻ ഉണ്ട്. ഉടനെ നൈബേഴ്സ് ആയിട്ടുള്ള പെസൻസ് ഓടി വരികയാണ്. വന്ന ഉടനെ അവരെന്താ ചെയ്യുന്നത്? ബസ്ഡ് ദ നെയിം ഓഫ് ഗോഡ് 100 times, ദൈവത്തിൻ്റെ പേര് ഒരുപാട് തവണ മന്ത്രിക്കുകയാണ്. അപ്പോൾ ബസ്ഡ്, ആ വേർഡ് ശ്രദ്ധിക്കുക. ബസ്ഡ് മീൻസ് ഓണോമറ്റോപ്പിയാണ്. ഓണോമറ്റോപ്പിയ മീൻസ് എന്താ? വേർഡ്സിൻ്റെ മീനിങ്ങും അതിൻ്റെ സൗണ്ടും ഒരേപോലെയുള്ള വേർഡ്സിൻ്റെ. ബസ് മീൻസ് മന്ത്രിക്കുക. ബസ്ഡ് ദ നെയിം ഓഫ് ദ ഗോഡ് 100 times ടു പാരലൈസ് ദ ഈവിൾ ഓൺ. എന്തിനാണ് അവർ ദൈവത്തിൻ്റെ പേര് മന്ത്രിക്കുന്നത്? ടു പാരലൈസ് ദ ഈവിൾ ഓൺ. ഈ ഈവിള്, ഈ പോയിസണ് മദറിൻ്റെ ശരീരത്തിൽ പാരലൈസ് ചെയ്യണം, അത് വ്യാപിക്കാതിരിക്കണം. അതിന് ദൈവത്തിൻ്റെ പേര് മന്ത്രിക്കുകയാണ്. അവരെങ്ങനെ വരുന്നത്? വിത്ത് ക്യാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻഡേൺസ്. അവരുടെ കയ്യിൽ എന്തുണ്ട്? ക്യാൻഡിൽസ്, വിളക്കുകളുണ്ട്. ലാൻഡേൺസ്, ലാൻഡേൺസ് മീൻസ് എന്താ? വലിയ വിളക്കുകൾ, നിലവിളക്കൊക്കെ പോലുള്ള വലിയ വിളക്കിനാണ് ലാൻഡേൺസ് എന്ന് പറയാം. വിത്ത് ക്യാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻഡേൺസ് ത്രോവിങ് ജയൻറ്റ് സ്കോർപ്പിയൻ ഷാഡോ ഓൺ ദ മഡ് ബേക്ക്ഡ് വാൾ. അപ്പോൾ ചുമരൊക്കെ മഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ മഡിൽ എന്തുണ്ട്? ഇവരിങ്ങനെ വിളക്ക് പിടിച്ച് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പോയിട്ടിന് എന്തായിട്ട് തോന്നുകയാണ്? ജയൻറ്റ് സ്കോർപ്പിയൻ ഷാഡോ. ജയൻറ്റ് മീൻസ് വെരി ബിഗ്, ഒരു വലിയ സ്കോർപ്പിയോൺ ഷാഡോ പോലെയാണ്. ഇവരിങ്ങനെ നീങ്ങുന്ന സമയത്ത് ചുമരിൽ എന്തുണ്ട്? ഷാഡോസ് വരുന്നുണ്ട്. അത് പോയിട്ടിന് എന്തായിട്ട് തോന്നുകയാണ്? ജയൻറ്റ് സ്കോർപ്പിയോൺ ഷാഡോസ്. ദേ സെർച്ച്ഡ് ഫോർ ഹിം. ഇവരെന്ത് ചെയ്യാണ്? ദേ സെർച്ച്ഡ് ഫോർ ദ സ്കോർപ്പിയോൺ. ഈ സ്കോർപ്പിയോണെ തിരഞ്ഞു നടക്കുകയാണ്. ഹി വാസ് നോട്ട് ഫൗണ്ട്. പക്ഷേ സ്കോർപ്പിയോൺ അവിടെ ഒന്നും കാണുന്നില്ല. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, സ്കോർപ്പിയോൺ ഫസ്റ്റ് ബിനീത്ത് എ സാക്ക് ഓഫ് റൈസ് അല്ലേ, ഒരു അരിയുടെ ചാക്കിൻ്റെ ചോട്ടിൽ ഒളിച്ചു, ശേഷം മഴയിലേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ പെസൻസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്തെങ്കിലും അവർക്ക് സ്കോർപ്പിയോണെ കാണാൻ സാധിക്കുന്നില്ല. ദേ ക്ലിക്ക്ഡ് ദെയർ ടങ്. അവരെന്ത് ചെയ്യാണ്? ദേ ക്ലിക്ക്ഡ് ദെയർ ടങ്. കാരണം എന്താ? അവർ ടങ് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ്. കാരണം അത് എന്താണ്? മദറിനോടുള്ള പിറ്റി, സിമ്പതിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അവർക്ക് ഈ സ്കോർപ്പിയോണെ കണ്ടെത്താനും സാധിക്കുന്നില്ല. വിത്ത് എവറി മൂവ്മെൻറ്റ് ദാറ്റ് ദ സ്കോർപ്പിയോൺ മെയ്ഡ് ഹിസ് പോയിസൺ മൂവ്ഡ് ഇൻ മദേഴ്സ് ബ്ലഡ് ദേ സെയ്ഡ്. അപ്പോൾ പെസൻസിൻ്റെ ഒരു സൂപ്പർസ്റ്റിഷനാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താ? വിത്ത് എവറി മൂവ്മെൻറ്റ് ദാറ്റ് ദ സ്കോർപ്പിയോൺ മെയ്ഡ് ഹിസ് പോയിസൺ മൂവ്ഡ് ഇൻ മദേഴ്സ് ബ്ലഡ്. ഇവരെന്തിനാ സ്കോർപ്പിയോൺ തിരയാൻ കാരണം എന്താ? കാരണം ഈ സ്കോർപ്പിയോൺ എത്രത്തോളം ചലിക്കുന്നോ അത്രത്തോളം മദറിൻ്റെ ബ്ലഡിലേക്ക് ഈ പോയിസൺ കയറും. ഒരു സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസമാണ്. ഇത് നമ്മുടെ നാട്ടിലും പണ്ടുള്ള ഒരു അന്ധവിശ്വാസമാണ്. പാമ്പ് പോലത്തെ വസ്തുക്കളൊക്കെ കടിച്ചാൽ എന്ത് ചെയ്യും? അത് എത്രത്തോളം മൂവ് ചെയ്യുന്നോ അത്രത്തോളം വിഷം കയറും. അങ്ങനത്തെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫാണ് ഈ പെസൻസിനുള്ളത്. അതുകൊണ്ട് പെസൻസ് എന്ത് ചെയ്യണം? ഉടനെ സ്കോർപ്പിയോണെ സെർച്ച് ചെയ്യണം. കാരണം അവർ ചിന്തിക്കുന്നത് എന്താ? സ്കോർപ്പിയോൺ എത്രത്തോളം മൂവ് ചെയ്യുന്നോ അത്രത്തോളം മദറിൻ്റെ ബ്ലഡിൽ ഈ പോയിസൺ കയറും. ലിസൺ ടു നെക്സ്റ്റ് സ്റ്റാൻസ. മേ ഹി സിറ്റ് സ്റ്റിൽ. അപ്പോൾ അവർക്ക് സ്കോർപ്പിയോണെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. മേ ഹി സിറ്റ് സ്റ്റിൽ, അവൻ അനങ്ങാതിരിക്കട്ടെ. ദേ സെഡ് മേ ദ സിൻസ് ഓഫ് യുവർ പ്രീവിയസ് ബർത്ത് ബി ബേൺഡ് അവേ ടു നൈറ്റ്. മാത്രമല്ല അവർ മദറിനെ സമാധാനിപ്പിക്കുകയാണ്. മേ ദ സിൻസ് ഓഫ് യുവർ പ്രീവിയസ് ബർത്ത്
കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും, സിന്നറ പാപങ്ങൾ, ബി ബേൺ അവേ ടു നൈറ്റ്, ഇന്ന് രാത്രി ഒക്കെ നശിക്കും, ഒക്കെ ബേൺ ചെയ്യും. കാരണം എന്താ, മദർ ഇപ്പോൾ നല്ല പെയിന് സഹിക്കുന്നുണ്ട്. ഈ പെയിന് കാരണം എന്ത് ചെയ്യും, കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളൊക്കെ ദൈവം പുറത്തു തരും, അല്ലേ, എല്ലാം ബേൺ ചെയ്യും. ദേ സേ മേ യുവർ സഫറിങ്സ് ഡിക്രീസ്, മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. ദ മിസ്ഫോർച്യൂൺ ഓഫ് യുവർ നെക്സ്റ്റ് ബർത്ത്, എപ്പോഴേത്താ അതുപോലെ അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ മിസ്ഫോർച്യൂൺ, നിർഭാഗ്യങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ പെയിൻ കാരണം കുറഞ്ഞു വരും. ദേ സെഡ് മേ ദ സം ഓഫ് ഓൾ ഈവിൾ ബാലൻസ്ഡ് ഇൻ ദിസ് അൺറിയൽ വേൾഡ് എഗെയിൻസ്റ്റ് ദ സം ഓഫ് ഗുഡ് ബിക്കം ഡിമിനിഷ്ഡ് ബൈ യുവർ പെയിൻ. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരുപാട് പെയിൻ സഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും, മേ ദ സം ഓഫ് ഓൾ യുവർ ഈവിൾ ബാലൻസ്ഡ് ഇൻ ദിസ് അൺറിയൽ വേൾഡ്. അവർ പറയണേ ഈ ലോകം ഒരിക്കലും റിയൽ അല്ല, ഈ ലോകത്തിൽ നിങ്ങൾ എല്ലാ പാപങ്ങളും ബാലൻസ്ഡ് ആവും. എന്തുകൊണ്ട്, സം ഓഫ് ഗുഡ് ബിക്കം ഡിമിനിഷ്ഡ് ബൈ യുവർ പെയിൻ. നിങ്ങൾ നല്ല വേദന സഹിക്കുന്നുണ്ട്, അത് കാരണം തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ പാപങ്ങളെ അളവ് കുറയും. അതായത് ഈ ലോകത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ആ തെറ്റുകളൊക്കെ ഈ വേദന കാരണം, ഈ ബുദ്ധിമുട്ടുകൾ കാരണം കുറയും. അങ്ങനെ നിങ്ങളുടെ ഗുഡ്നെസ്സും ബാഡും ഒരുപോലെ ബാലൻസ്ഡ് ആവും. മേ ദ പോയിസൺ പ്യൂരിഫൈ യുവർ ഫ്ലഷ് ഓഫ് ഡിസയർ ആൻഡ് യുവർ സ്പിരിറ്റ് ഓഫ് അംബിഷൻ. മാത്രമല്ല ഈ പോയിസണ് കാരണം, ഈ സ്കോർപ്പിയൺ കടിച്ചത് കാരണം എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്ലഷ് ഓഫ് ഡിസയർ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, അംബീഷൻസൊക്കെ എന്ത് ചെയ്യും, ചുരുങ്ങി വരും. ദേ സെഡ് ആൻഡ് ദേ സാറ്റ് അറൗണ്ട് ഓൺ ദ ഫ്ലോർ വിത്ത് മൈ മദർ ഇൻ ദ സെൻറ്റർ. നെക്സ്റ്റ് അവരെന്താ ചെയ്യുന്നത്, മദറിനെ മധ്യത്തിലിരുത്തി അവർ ചുറ്റുമിരിക്കുകയാണ്, ഈ പെസൻസൊക്കെ ചുറ്റുമിരുന്നു. ദ പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഈച്ച് ഫേസ്, എല്ലാവരുടെ മുഖത്തും ഒരു പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അവർക്കൊരു സമാധാനം തോന്നുന്നുണ്ട്. കാരണം എന്താ, അവർ ഈ ബുദ്ധിമുട്ടുകളും എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഈ സഫറിങ്സിനെ, ഈ പെയിനെ എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഇത് കാരണം മദറിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മദറിൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുറയും, പ്രീവിയസ് ബർത്തിലെ പാപങ്ങൾ പൊറുക്കും, അടുത്ത ജന്മത്തിലെ മിസ്ഫോർച്യൂൺസൊക്കെ കുറയാൻ ഇത് കാരണമാവും. അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. സോ ദർ ഈസ് എ പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദെയർ ഫേസ്. മോർ ക്യാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്റ്റ് ആൻഡ് എൻഡ്ലെസ് റെയിൻ. പോയിട്ട് പറയണം, മോർ ക്യാൻഡിൽസ്, കൂടുതൽ വിളക്കുകൾ വരുന്നുണ്ട്, കൂടുതൽ വെളിച്ചങ്ങൾ വരുന്നുണ്ട്, ലാൻഡേൺസ് വരുന്നുണ്ട്, മോർ നൈബേഴ്സ്, കൂടുതൽ നൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഒരു വില്ലേജ് ലൈഫാണ് അവിടെ കാണുന്നത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നൈബേഴ്സായിട്ടുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകി വരികയാണ്. അപ്പോൾ പോയിട്ട് പറയണം, മോർ ക്യാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്റ്റ്. അവർ വെളിച്ചേറ്റാണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് ഇൻസെക്റ്റുകൾ വരുന്നുണ്ട്. ആൻഡ് ദ എൻഡ്ലെസ് റെയിൻ, പുറത്ത് നല്ല മഴയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അനാഫോറ എന്നുള്ള പോയറ്റിക് ഡിവൈസാണ്. കാരണം എന്താ, വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മോർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മോർ ക്യാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നൈബേഴ്സ്, മോർ ഇൻസെക്റ്റ്, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് അനാഫോറ എന്ന് പറയാം. ആൻഡ് ദ എൻഡ്ലെസ് റെയിൻ, പുറത്ത് നല്ല മഴയുണ്ട്. മൈ മദർ ടീസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ ഗ്രോണിങ് ഓൺ എ മാറ്റ്. അപ്പോൾ മദർ അവിടെ ഒരു പായലിരിക്കുകയാണ്. മദർ എന്താ, ട്വിസ്റ്റഡ് ത്രൂ ആൻഡ് ത്രൂ, മദർ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ഗ്രോണിങ്, മുരളുന്നുണ്ട്, അതായത് മദറിന് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ചുറ്റും നൈബേഴ്സ് ഇരിക്കുകയാണ്, അവർ ദൈവത്തിൻ്റെ പേര് മന്ത്രിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മദറിന് നല്ല പെയിൻ ഉണ്ട്. മൈ ഫാദർ, ഇനി പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫാദറിനെ എങ്ങനെയാണ് പറയുന്നത്, മൈ ഫാദർ സെപ്റ്റിക് റാഷണലിസ്റ്റ്. ഫാദറിനെ എന്താ പറയുന്നത്, യുക്തിചിന്തയുള്ള ആളാണ്, ഇവരെ പോലെ അന്ധവിശ്വാസമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈയിങ് എവരി കേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്, എല്ലാ കാര്യവും ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് മദറിൻ്റെ പെയിന് കുറയണം, അതിനുവേണ്ടി ഫാദർ അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, പൗഡർ, മിക്സർ, ഹെർബ്, ഹൈബ്രിഡ്, അല്ലേ, വീട്ടിലുള്ള പൗഡേഴ്സ്, വ്യത്യസ്ത തരം പൗഡേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. മിക്സേഴ്സ്, അതായത് അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ മരുന്നുകളും ട്രൈ ചെയ്യുന്നുണ്ട്. ഹെർബ്സ്, ഔഷധച്ചെടികൾ പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ്, ഹി ഈവൺ എ ലിറ്റിൽ പാരഫിൻ. മാത്രമല്ല ഫാദർ അറ്റ്ലാസ്റ്റ് എന്തുവരെ ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് പാരഫിൻ എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണെണ്ണ അല്ലേ, അതവിടെ പുരട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അപ്ലൈ ദ ഫയർ, അവിടെ ജസ്റ്റ് ഒന്ന് തീ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദ ബിറ്റൻ ടോ മീൻസ് കാൽവിരൽ, മദറിൻ്റെ കാൽവിരലിലാണ് കടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പാരഫിനൊക്കെ ആക്കിയിട്ട് ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, തീ ഒന്ന് കാണിക്കുന്നുണ്ട്. പുട്ട് എ മാച്ച് ടു ഇറ്റ്, അല്ലേ, അവിടേക്ക് തീപ്പെട്ടി കത്തിച്ചിട്ടൊന്ന് കാണിക്കുകയാണ്. ഐ വാച്ച്ഡ് ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. അപ്പോൾ പോയിട്ട് ഹി വാസ് എ ബോയ് അറ്റ് ദാറ്റ് ടൈം, അല്ലേ, ഒരു ചെറിയ കുട്ടിയാണ്. പോയിട്ട് എന്താ കാണുന്നത്, ഫാദർ അങ്ങനെ പാരഫിന് തേച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മാച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്,
ദ ഫ്ലെയിം ഫീഡിങ് ഓൺ മൈ മദർ. മദറിൻ്റെ ആ ടോയില് എന്ത് ചെയ്യുന്നുണ്ട്? ഫയർ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ഫാദർ എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് പഴയ കാലത്തൊക്കെ ആൾക്കാർ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സൂപ്പർസ്റ്റിഷനോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫാദർ അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഈവൺ ദോ ഹി വാസ് എ റാഷണലിസ്റ്റ് അല്ലേ? അദ്ദേഹം യുക്തിചിന്തയ്ക്കുള്ള ആളാണ്. പക്ഷേ ഈ വേദന ഒന്ന് കുറയാൻ വേണ്ടി അറ്റ്ലാസ്റ്റ് അദ്ദേഹം എന്തുവരെ ചെയ്യുന്നുണ്ട്? പാരഫിന് തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം വരെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ വിഷം വ്യാപിക്കാതിരിക്കാൻ പഴയ കാലത്തൊക്കെ ആൾക്കാർ ചെയ്തിരുന്ന ഒരു ട്രിക്കാണ്. I watched the flame feeding on my mother. I watched the holy man perform his rites to tame the poison with an incantation. മാത്രമല്ല ഒരു ഹോളി മാൻ അല്ലേ, ഒരു പുരോഹിതനൊക്കെ വന്നിട്ട് ഒരുപാട് പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ കാര്യവും ഇവർ എന്ത് ചെയ്യാണ്? അവിടെ ട്രൈ ചെയ്യാണ്. എന്തിന്? ടു ടൈം ദ പോയിസൺ. ആ പോയിസനെ ഒന്ന് പിടിച്ചു കെട്ടാൻ വിത്ത് ആൻ ഇൻകാൻറ്റേഷൻ, മന്ത്രോച്ചാരണങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അപ്ലൈ ചെയ്തെങ്കിലും ആഫ്റ്റർ 20 hours, അങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്തെങ്കിലും 20 hours കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇറ്റ് ലോസ്റ്റ് ഇറ്റ് സ്റ്റിങ്. ആ പോയിസൻ്റെ വ്യാപനം കുറയാണ്, മദറിൻ്റെ പെയിൻ കുറയാണ്. ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. മൈ മദർ ഓൺലി സെയ്ഡ്. അപ്പോൾ മദറിൻ്റെ വേദനയൊക്കെ കുറഞ്ഞപ്പോൾ മദർ എന്തുമാത്രമാണ് പറഞ്ഞത്? താങ്ക് ഗോഡ് ദ സ്കോർപിയോൺ പിക്ക്ഡ് ഓൺ മീ. ദൈവത്തോട് നന്ദി പറയാണ്. താങ്ക് ഗോഡ് ദ സ്കോർപിയോൺ പിക്ക്ഡ് ഓൺ മീ. എന്തിനാണ് നന്ദി പറയുന്നത്? സ്കോർപിയോൺ എന്നെയാണ് സ്റ്റിങ് ചെയ്തത്. ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. എൻ്റെ കുട്ടികളെ വെറുതെ വിട്ടല്ലോ, അതിനെന്ത് ചെയ്യാണ്? ദൈവത്തോട് നന്ദി പറയാണ്. സോ ഇതിൽ നമ്മളിവിടെ ലാസ്റ്റ് ലൈനിൽ കാണുന്നത് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഒരു മദറിൻ്റെ അൺകണ്ടീഷണൽ ലവ് ആണ്. കാരണം മദർ അപ്പോഴും ചിന്തിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കാണ് വന്നത് അല്ലേ, എൻ്റെ മക്കൾക്കൊന്നും സംഭവിച്ചില്ല, അതിന് ദൈവത്തോട് നന്ദി പറയാണ്. സോ ഇതാണ് ഈ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപിയോൺ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിലെല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോയറ്റിക് ഡിവൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.